Good afternoon. Good afternoon, Miss. Good afternoon, Miss. Okay. Good afternoon, Miss. Good afternoon, Miss. Okay, good afternoon. Okay, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മിസ്സിന് പനിയാണോ? പനിയാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് പറഞ്ഞത് ഏതായിരുന്നു? സഫിക്സസ് അല്ലെ? സഫിക്സസില് 68 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. 68 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഫാക്ട് വരെ കേട്ടോ. ഫാക്ടിന്റെ മീനിങ് എന്തായിരുന്നു? എച്ച് എന്നാണ്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ അല്ലേ? അവിടെ വരെ ഇല്ലേ? വായിച്ചു നോക്കിയോ? ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. നമ്പേഴ്സ് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ നോട്ട് ചെയ്ത് വെക്കാം. എനിക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സമയമാണെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നോട്ട് ചെയ്ത് വെക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഓൺമ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൺമ്യൂട്ടിംഗ് ആണ്. സഫിക്സ് അല്ല തന്നെ പറഞ്ഞു തെറ്റിലാണ്. കോമൺ റൂട്ട് വേർഡ്സ് കേട്ടോ. കോമൺ റൂട്ട് വേർഡ്സിന്റെ 68 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് പേജിലോട്ട് നമുക്ക് കടക്കാം. അടുത്ത പേജില് എത്ര തൊട്ടാണ്? കോമൺ റൂട്ട് വേർഡ്സ് 69 തൊട്ട് 79 വരെയാണ് കേട്ടോ. 69 തൊട്ട് 79 കേട്ടോ. ഓക്കെ, അത്രയും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് വായിക്കാം, എന്നിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അടുത്ത എന്താണ്? 69th ടെട്രയാണ് കേട്ടോ. ടെട്ര എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ടെട്ര 4 എന്നുള്ള മീനിങ് ആണ് കേട്ടോ. 4 നമ്മൾ പറഞ്ഞില്ലേ, ട്രൈ എന്ന് പറയുമ്പോൾ 2 ആണ് അല്ലെ? ട്രൈ 3 ആണ്. ടെട്ര എന്താണ്? 4 ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ടോം. TOM, ടോം. ടോം മീൻസ് കട്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്താണ് മീനിങ്? കട്ട്. ഓക്കെ, അടുത്ത എന്താണ്? ടോക്സിക്. ടോക്സിക് എന്ന് പറഞ്ഞ എന്താണ്? പോയിസണസ് എന്നുള്ള അർത്ഥമാണ് അല്ലെ? വിഷാംശം അല്ലെ? പോയിസണസ്, ടോക്സിക് ആണ് എന്ന് പറഞ്ഞ എന്താ ഇതിന്റെ അർത്ഥം? പോയിസണസ് ആണ് എന്നാണ് ഇതിന്റെ മീനിങ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് റിച്ച് ആണ് കേട്ടോ. റിച്ച്. ഓക്കെ, എന്താണ് ഇതിന്റെ മീനിങ്? ഹെയർ എന്നാണ് കേട്ടോ. ഹെയർ. ഓക്കെ, അടുത്തത് യു ആർ എന്ന് പറയുമ്പോൾ യൂറിൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാണ് യൂറിൻ. ഓക്കെ, അടുത്തതാണ് വാരിക്. വാരിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് മീൻ ചെയ്യുന്നത്? വാരിക്കോസ് വെയിൻ ആണ് അല്ലെ? വെരിക്കോസ് വെയിൻ കേട്ടിട്ടില്ലേ നിങ്ങൾ? അത് തന്നെ. അപ്പൊ വെരിക് എന്ന് പറഞ്ഞ എന്താണ്? വെരിക്കോസ് വെയിൻ ആണ് കേട്ടോ. വെരിക്കോസ് വെയിൻ. ഓക്കെ, അടുത്തതാണ് വെർട്ടിഗോ. എന്താണ് വെർട്ടിഗോ? വെർട്ടിഗോ എന്നുള്ളതിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? A disordered sensation in which one's whole body or the surroundings are seen as moving. എന്താണ് പറയുന്നത്? അതായത് ഒരു വ്യക്തിക്ക് അവരുടെ ചുറ്റും എന്താണ് മൂവ് ചെയ്യുന്ന പോലെ, മൊത്തത്തിൽ പറഞ്ഞ തല കറങ്ങുന്ന പോലെ ഒരു ഫീലിംഗ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. A disordered sensation in which one's own body or the surroundings are seen as മൂവിങ് അല്ലെ? ഒരാൾക്ക് അയാളുടെ ചുറ്റുമുള്ളത് ചുറ്റുപാടും കറങ്ങുന്ന പോലെ, മൂവിങ് ചെയ്യുന്ന പോലെ, തല കറങ്ങുന്നതിനെയാണ് ഈ പറയുന്നത് കേട്ടോ. ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ വെർട്ടിഗോ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മൾ ഇയർ ബാലൻസിന്റെ ഇഷ്യൂസ് ഉള്ള ആളുകളില്ലേ, അവർക്ക് അവരുടെ മരുന്നുകൾ, അവരുടെ മെഡിസിൻസിന്റെ പേരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വെർട്ടിഗോ എന്നൊക്കെ പറഞ്ഞ് കാണാം. എന്താണ് ഇയർ ബാലൻസിന്റെ ഇഷ്യൂസ്? നമുക്കറിയാം, നമ്മുടെ ചെവി എന്ന് പറഞ്ഞാല് നമ്മുടെ ബാലൻസ് കറക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഈ എന്താ പറയാ, ഇയർ ബാലൻസിന്റെ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങും. നമുക്ക് അങ്ങനെ കറങ്ങുന്ന ഒരു ഫീലിംഗ് ആണ്. പിന്നെ പ്ലസ് വോമിറ്റിങ്ങും എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊന്നായിട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഇയർ ബാലൻസിന്റെ ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിനകത്ത്? ഇയർ ബാലൻസ് ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? അവർക്ക് അറിയാൻ പറ്റും, കഴിക്കുന്ന മരുന്നിന്റെ പേരിലുണ്ടാവും അത്. ഓക്കെ,
അമ്മയ്ക്കുണ്ട്, സ്നേഹയുടെ അമ്മയ്ക്കുണ്ട് അല്ലെ. ഓക്കെ, ആ മരുന്നിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അല്ലെങ്കിൽ വെറുതെ അല്ലെങ്കിൽ വെറുപ്പിക്കോ എന്നൊക്കെ ആയിരിക്കും കാണുന്നത് കേട്ടോ. ഓക്കെ, ലഭിക്കില്ല. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ അത്രയേ ഉള്ളൂ. വെർട്ടിഗോ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? നമ്മൾ തല കറങ്ങുന്ന ഒരു ഫീലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് വിസർ. വിസർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇന്റേണൽ ഓർഗൻസ്. വിസറൽ ഓർഗൻസ് എന്ന് എവിടെയെങ്കിലും കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്റേണൽ ഓർഗൻസ് എന്നാണ് കേട്ടോ. ആന്തരിക അവയവങ്ങളെയാണ് പറയുന്നത് കേട്ടോ. വിസർ, വിസർ എന്ന് വെച്ച് കഴിഞ്ഞാല് വിസറൽ ഓർഗൻസ്, ദാറ്റ് മീൻസ് ഇന്റേണൽ ഓർഗൻസ് എന്നാണ് കേട്ടോ. അടുത്തതാണ് വിസ്കസ്. വിസ്കസ്, വിസ്കോസിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു സ്റ്റിക്കി ആയിട്ടുള്ള അവസ്ഥയാണ്, ഇങ്ങനെ പശ പോലെ, അതായത് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു അവസ്ഥ. അതിനെയാണ് നമ്മള് വിസ്കസ് എന്ന് പറയുന്നത് കേട്ടോ. വിസ്കസ് മീനിങ് എന്താണ്? സ്റ്റിക്കി എന്നാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് സെൻ. ഓക്കെ, സെൻ, സെൻ എന്നാണ് പറയുന്നത്. സെൻ, സെൻ എന്ന് വെച്ചാൽ എന്താണ്? ഫോറിൻ, ദാറ്റ് മീൻസ് ഫോറിൻ മെറ്റീരിയൽ കേട്ടോ. ഫോറിൻ മെറ്റീരിയൽ ആണ് സെർ. സെർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ എന്നുള്ള അർത്ഥമാണ് സെർ. സീറോഫ്താൽമിയ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? സീറോഫ്താൽമിയ നമ്മുടെ കണ്ണിന്റെ ആ ഒരു കണ്ണിനക ഭാഗം ഡ്രൈ ആവുന്ന ഒരു അവസ്ഥയിലെയാണ് നമ്മള് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിനകത്തുള്ള ആ ഒരു എന്താ പറയാ, കണ്ണുനീരൊക്കെ എന്താ പറയാ, ഡ്രൈ ആവുന്ന ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അതിനെയാണ് സീറോഫ്താൽമിയ എന്നാണ് പറയാ. കണക്ട് ചെയ്യാനാണ്. സെർ എന്ന് പറഞ്ഞാൽ ഡ്രൈ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡ്രൈ ആവാം. ഓക്കെ, അതാണ് എന്റെ മീനിങ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 71 കേട്ടോ. മാർക്ക് ചെയ്യണേ. 71, 75 75 കേട്ടോ. Then 76 76, മൂന്നെണ്ണുള്ളൂ കേട്ടോ. ഏതൊക്കെയാണ് ഇവിടെ പറയാണ്? 71, 75, 76. ഓക്കെ, കിട്ടിയോ? അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതോടുകൂടി നമ്മുടെ കോമൺ വേർഡ്സ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? അബ്രീവിയേഷൻസ് അല്ലെ. അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കെഴുത്തുകളാണ് അല്ലെ. ചുരുക്കെഴുത്തുകളാണ് ഇത്. അബ്രീവിയേഷൻ ഒന്നിൽ നിന്ന് തുടങ്ങി നമുക്ക് 327 എണ്ണമുണ്ട് കേട്ടോ. 1 തൊട്ട് 327 വരെ ഉണ്ട് നമുക്ക് പറയാനായിട്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം കേട്ടോ. അബ്രീവിയേഷൻസ് ഫസ്റ്റ് പേജ് എടുക്കാം കേട്ടോ. ഫസ്റ്റ് പേജില് 1 to 8 വരെയാണ് ഫസ്റ്റ് പേജിനകത്തുള്ളത്. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? അബ്രീവിയേഷൻ. എ ആൻഡ് പി ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. അവിടെ ശ്രദ്ധിക്കണം, ചെറുത് ക്യാപിറ്റൽ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട്, രണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. എ ആൻഡ് പി, ക്യാപിറ്റൽ എ ആൻഡ് പി. എന്താണ് അതിന്റെ എക്സ്പാൻഷൻ? എന്താണ്? അനാട്ടമി ആൻഡ് ഫിസിയോളജി. എന്താണ്? അനാട്ടമി ആൻഡ് ഫിസിയോളജി. അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ട്രക്ചർ ആണ് അല്ലെ. അതായത് ശരീരഘടനയെ പറ്റിയിട്ടും. ആൻഡ് ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഹൗ ഇറ്റ് ഫങ്ഷൻസ് അല്ലെ. നമ്മുടെ ബോഡി എങ്ങനെ ഫങ്ഷൻസ് ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, അതാണ് നമ്മൾ പൊതുവെ ഫിസിയോളജി എന്ന് പറയാം അല്ലെ. അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ദ ബോഡി സ്ട്രക്ചർ ആണ് അല്ലെ, ശരീരഘടനയാണ്. ഓക്കെ, എ ആൻഡ് ബിയുടെ എക്സ്പാൻഷൻ എന്താണ്? അനാട്ടമി ആൻഡ് ഫിസിയോളജി. നെക്സ്റ്റ് വരുന്നതാണ് എ ഹൈഫൺ. എ ഹൈഫൺ എന്താണ്? ബിഫോർ എന്നാണ് കേട്ടോ. മുൻപ്, ബിഫോർ കേട്ടോ. ഹൈഫൺ ആണ് ബിഫോർ. ഓക്കെ, അടുത്തത് എ ഒരു ഹൈഫൺ എ എ കണ്ടോ. ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അതിന്റെ എക്സ്പാൻഷൻ അറിയാമോ? ഓഫ് ഈച്ച് എന്നാണ്. ദാറ്റ് മീൻസ് യൂസർ ഇൻ റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷൻസ്. സാധാരണ നമ്മള് പ്രിസ്ക്രിപ്ഷൻസ് എഴുതുമ്പോൾ 2-3 മരുന്നുകൾ, രണ്ടും ഈക്വൽ എമൗണ്ടിൽ എടുക്കണം എന്ന് വിചാരിക്കാം. 2 മരുന്നുകൾ അത് ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം. എ എ, അതായത് ഈക്വൽ എമൗണ്ട് ഓഫ് ഈച്ച്. അതായത് ഓരോന്നിനും ഈക്വൽ എമൗണ്ട് എടുക്കണം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയില്ലേ, അതാണ്. അപ്പൊ ഓഫ് ഈച്ച് അത് യൂസ് ഇൻ റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷൻ കേട്ടോ. പ്രിസ്ക്രിപ്ഷൻസിലാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ 2 മരുന്നുകളുടെ 2-3 മിക്സ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ഈച്ച് എന്ന് എന്താ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രിഡിക്ഷൻസ് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് കേട്ടോ. സ്റ്റെക്ക് ആവുന്നുണ്ടോ? വീഡിയോ ആണോ അത് ഓഡിയോ ആണോ സ്റ്റെക്ക് ആവുന്നത്? എല്ലാവർക്കും ഉണ്ടോ ഈ പ്രോബ്ലംസ്? കുഴപ്പമില്ല. ഓക്കെ,
നെക്സ്റ്റ് വരുന്നതാണ് ABD കേട്ടോ. ABDയുടെ എക്സ്പാൻഷൻ എന്താണ്? അബ്ഡോമൻ ആണ് കേട്ടോ. പലതവണ ചോദിച്ചിട്ടുണ്ട്. ABD എന്താണ്? അബ്ഡോമൻ അല്ലെ? അബ്ഡോമൻ. അടുത്തതാണ് ABG. ഇതാണ് ABG, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ഇതാണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊരു മെഡിക്കൽ ടെസ്റ്റ് ആണ് കേട്ടോ. The medical test that measures the level of oxygen level, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് ലെവൽ, അതുപോലെ pH ലെവൽ in the blood. ഇത് മൂന്നും മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു മെഡിക്കൽ ടെസ്റ്റ് ആണ് കേട്ടോ ABG. ഇനി നിങ്ങൾ എന്താ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിലൊക്കെ ഈ ഒരു കാണും. ഓക്കെ, ABG എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എക്സ്പാൻഷൻ ആർട്ടീരിയൽ ബ്ലഡ് ക്യാൻസർ എന്നാണ് കേട്ടോ. ആർട്ടീരിയൽ ബ്ലഡ് ക്യാൻസർ എന്താണ്? അതൊരു മെഡിക്കൽ ടെസ്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ്? ടു ഇവാലുവേറ്റ് ദ ഓക്സിജൻ ലെവൽ, കാർബൺ ഡയോക്സൈഡ് ലെവൽ, അതുപോലെ pH ലെവൽ ഇൻ ദ ബ്ലഡ്. അപ്പൊ ഓക്സിജൻ ലെവലിൽ അറിയാൻ പറ്റും. അതായത് ഹൗ വെൽ ദ ഓക്സിജൻ carried into the tissues. നമ്മുടെ ടിഷ്യൂസിലേക്ക് എത്രത്തോളം നന്നായിട്ട് ഓക്സിജൻ ക്യാരി ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ കാർബൺ ഡയോക്സൈഡിന്റെ ലെവൽ, അതായത് ഹൗ വെൽ ദ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഈസ് ബീയിങ് റിമൂവ്ഡ് ഫ്രം ദ ടിഷ്യൂസ്, എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ടിഷ്യൂസിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡിനകത്തുള്ള ആ ഒരു pH ലെവൽ, അസിഡിറ്റി, ആൽക്കലിനിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനായിട്ട്, അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ടെസ്റ്റ് ആണ് ABG എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ ഇതാണ് ആർട്ടീരിയൽ ബ്ലഡ് ക്യാൻസർ കേട്ടോ. ആണോ? കണ്ടിട്ടുണ്ടല്ലേ ABG ടെസ്റ്റ്. അടുത്തതാണ് കേട്ടോ AC സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. AC എന്താ? ബിഫോർ മീൽസ്. A എന്ന് പറഞ്ഞപ്പോ ബിഫോർ അല്ലേ? AC എന്താണ്? ബിഫോർ മീൽസ്. അപ്പൊ പൊതുവെ നമ്മൾ എവിടെയായിരിക്കും എഴുതുന്നത്? പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതാം അല്ലെ? ഇപ്പൊ വരുന്നത് ഭക്ഷണത്തിന് മുമ്പ് എടുക്കേണ്ട മരുന്നുകളൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് എങ്ങനെയായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവാം? AC, ദാറ്റ് മീൻസ് ബിഫോർ മീൽസ്. അടുത്തതാണ് ACLS, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ. ACLS എക്സ്പാൻഷൻ ഇതാണ് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ആണ് കേട്ടോ. എന്താണ് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തതാണ് ആഡ്ലിബ്. ആഡ്ലിബ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അർത്ഥമല്ല, എക്സ്പാൻഷൻ എന്താണ്? ആസ് മച്ച് ആസ് ഡിസൈഡ് എന്നാണ് കേട്ടോ. ആസ് മച്ച് ആസ് ഡിസൈഡ്, ആവശ്യത്തിനനുസരിച്ച്. ഓക്കെ, അപ്പോ ഇത്രയുള്ളൂ അതിനകത്ത് വരുന്നത്. അപ്പൊ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെച്ചോളൂ. 5 മാർക്ക് ചെയ്യാം കേട്ടോ. 5 മാർക്ക് ചെയ്യുന്നത് 5, അതുപോലെ തന്നെ 7, 7. ഓക്കെ, ആ ഒരു പേജിൽ അത്രയേ ഉള്ളൂ കേട്ടോ. 5 and 7. 5 നമ്മളിപ്പോ പറഞ്ഞതാണ് ABG, ആർട്ടീരിയൽ ബ്ലഡ് ക്യാൻസർ. 7 ACLS കേട്ടോ, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കേട്ടോ. അതായത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഇപ്പൊ ഈ പറയുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ള രോഗികൾക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് അല്ലെ. അതാണ് ACLS, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ്. ഏറ്റവും അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന എന്താ പറയാ, കാർഡിയാക് പേഷ്യൻസിന് ഏറ്റവും അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന സപ്പോർട്ട് അർത്ഥമുണ്ട് കേട്ടോ. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് കടക്കാം കേട്ടോ. അടുത്ത പേജിനകത്ത് നെക്സ്റ്റ് പേജിൽ വരുന്നത് 9 തൊട്ടാണ് കേട്ടോ. 9 തൊട്ട് 29 വരെയാണ് കേട്ടോ. 9 തൊട്ട് 29 വരെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം വായിക്കാം. ഒന്നാമത്തെ നോക്കാം. ADL എന്താണ്? ADL എക്സ്പാൻഷൻ എന്താണ്? ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ് ആണ് കേട്ടോ. എന്താണ് ഇതിന്റെ മുന്നത്തേല് ഏതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയാമെന്ന്? അതിപ്പോ പറഞ്ഞാലും 5ഉം 7ഉം ആണ് കേട്ടോ. അബ്രിവേഷൻസിൽ 5ഉം 7ഉം. ഓക്കെ, ADL എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ് ആണ് കേട്ടോ. എക്സ്പാൻഷൻ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ്. നെക്സ്റ്റ് വരുന്നതാണ് AED. AED എന്താണ്? നിങ്ങൾ ആംബുലൻസിൽ പഠിച്ചിട്ടുണ്ടാവണം. AED അല്ലെ? എന്താണത്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അതാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അതായത് നമ്മുടെ ഹാർട്ടിലേക്ക് ഇങ്ങനെ ഷോക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഹാർട്ടിനെ തിരിച്ച് റിവൈവ് ചെയ്യാനായിട്ട്, ഹാർട്ടിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഹാർട്ടിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് കേട്ടോ AED എന്ന് പറഞ്ഞത്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? 2 ഇലക്ട്രോഡ്സ് ഉണ്ട്.
ഒരു സ്ക്വയർ ഷേപ്പില് ഇലക്ട്രോഡ്സ് ഉണ്ട്. അത് നമ്മൾ ഹാർട്ടിലോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഷോക്ക് കൊടുക്കും. ഓക്കെ, ഷോക്ക് കൊടുത്തിട്ട് ചിലപ്പോൾ ഹാർട്ട് നിന്ന് പോവാൻ നിൽക്കുകയായിരിക്കും. ആ സമയത്ത് ആ ഹാർട്ടിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു എക്യുപ്മെന്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ AED എന്ന് പറയുന്നത് കേട്ടോ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. നിങ്ങൾ പറഞ്ഞോ, രാജാറാണി സിനിമയ്ക്കകത്തുള്ള അതെ സിനിമയിൽ രാജാറാണി സിനിമയ്ക്കകത്ത് നസ്രിക്ക് ആക്സിഡന്റ് പറ്റില്ലേ? അപ്പൊ ആ സമയത്ത് അത് മരിക്കാൻ പോകുന്ന സമയത്ത് വിൽക്കുന്ന ഒരു സംഭവം കണ്ടില്ലേ? അതാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് AF. AF എന്താണ്? എട്രിയൽ ഫിബ്രിലേഷൻ ആണ് കേട്ടോ. ഇതാണ് എട്രിയൽ ഫിബ്രിലേഷൻ. അതൊരു ഇറഗുലർ ആയിട്ട് വരുന്ന ഹാർട്ട് ബീറ്റ് ആണ് കേട്ടോ. എട്രിയൽ എന്നൊക്കെ പറഞ്ഞ എന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ അറകളാണ് അല്ലെ. ഏറ്റവും മുകളിലുള്ള നമ്മൾ എന്താ പറയാ? എട്രിയംസ് എന്നാണ് പറയാ. എട്രിയംസ് എന്ന് പറയും. താഴെയുള്ള അറകളെയാണ് നമ്മുടെ വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ എട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ ആയിട്ട് അബ്നോർമൽ ആയിട്ട് വരുന്ന ആ ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ, ആ ഒരു അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏട്രിയൽ ഫിബ്രിലേഷൻ. നെക്സ്റ്റ് നമുക്ക് അറിയാവുന്നതാണ് എയ്ഡ്സ് കേട്ടോ. എയ്ഡ്സിന്റെ എക്സ്പെൻഷൻ എന്താണ്? അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അല്ലെ. എന്താണ്? അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. പേരിൽ തന്നെ കിടക്കുന്നു ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയാണ് അത് ബാധിക്കുന്നത് അല്ലെ. നമ്മുടെ പ്രതിരോധ ശക്തിയെ ഇല്ലാതാക്കുന്നത്. അങ്ങനെ ഇല്ലാതായി വരുമ്പോൾ നമുക്ക് ഒരുപാട് പല അസുഖങ്ങൾ വരും. അങ്ങനെ അസുഖം വന്ന് അവസാനം ഇമ്മ്യൂണിറ്റി ഒക്കെ നശിച്ച് രോഗി എന്താവും? മരണത്തിന് കീഴടം. ആ ഒരു അവസ്ഥയിലാണ് നമ്മള് എയ്ഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ. AK എന്താണ്? AKന്റെ എക്സ്പാൻഷൻ എന്താണ്? എബൌട്ട് ദ നീ. എന്താണ്? എബൌട്ട് ദ നീ, അതായത് മുട്ടിന് മുകളിലുള്ള ഭാഗമാണ് കേട്ടോ AK. അപ്പൊ അടുത്തത് എന്താണ്? AKA. AK എന്ന് പറഞ്ഞാൽ എന്താണ്? എബൌട്ട് ദ നീ അംപ്യൂട്ടേഷൻ. അംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാല് മുറിച്ച് കളയില്ലേ, ചെയ്തിക്കില്ലേ, അതിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ AK എന്ന് പറഞ്ഞാൽ എന്താണ്? എബൌട്ട് ദ നീ അംപ്യൂട്ടേഷൻ. ദാറ്റ് മീൻസ് അംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാല് മുറിച്ച് കളയലാണ്. അപ്പൊ മുട്ടിന് മുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? കാല് മുറിച്ച് കളയുന്ന അവസ്ഥ. അതാണ് AKA എന്നാണ് പ്രത്യേകിക്കുന്നത്. അടുത്തതാണ് A ലൈൻ. A ലൈൻ എന്ന് പറഞ്ഞ എക്സ്പെൻഷൻ ആണ് ആർട്ടീരിയൽ ലൈൻ എന്നാണ് കേട്ടോ. എന്താണ്? ആർട്ടീരിയൽ ലൈൻ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് AMA. AMA നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ലാഹ ഡാമ എന്ന് പഠിച്ചപ്പോ AM എന്താണ്? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. അതായത് നമ്മൾ ഡോക്ടറുടെ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന ഒരവസ്ഥ അല്ലെ. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. AM. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സ്മോൾ ലെറ്റർ ആണ് AMP. AMP എന്ന് പറഞ്ഞാൽ എന്താണ്? ആംബുലേറ്ററി. അതിനർത്ഥം ആംബുലേറ്ററി. ആംബുലേറ്ററിക്ക് പല മീനിങ് ഉണ്ട്. അതായത് ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എന്താണ്? മൂവിങ് ആയിട്ടുള്ളത്, നടക്കാവുന്നത്, നീങ്ങാവുന്നത്, പിന്നെ എന്താണ്? സഞ്ചരിക്കാവുന്നത്, അങ്ങനെയുള്ള ഒരു മീനിങ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമ്മള് ആംബുലേറ്ററി ക്ലിനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയും പറയാം. ആംബുലേറ്ററി ക്ലിനിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് രോഗികൾക്ക് പരിചരണം കൊടുക്കുന്ന സെന്ററുകൾ. ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? രാത്രി സ്റ്റേ ആവശ്യമില്ല, മിനിറ്റാവണ്ട, രാത്രി സ്റ്റേ ആവശ്യമില്ല, വരുന്നു, എന്താ പറയുക, ട്രീറ്റ്മെന്റ് എടുക്കുന്നു, തിരിച്ചു പോകുന്നു. ആ ഒരു രീതിയിലുള്ള അതിനെ നമ്മൾ ആംബുലേറ്ററി എന്നാണ്, ആംബുലേറ്ററി സെന്റർ എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ആംബുലേറ്ററിന്റെ മീനിങ് ഞാൻ പറഞ്ഞതാണ്, നടക്കാവുന്നത്, നീങ്ങാവുന്നത്, സഞ്ചരിക്കാവുന്നത്, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് AMI. AMI എന്താണ്? എക്സ്പാൻഷൻ അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ നമുക്കറിയാം, ഇതാണത്, ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെ. അതന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഓക്കെ. അടുത്തതാണ് AMS. എന്താണ് AMS? AMS എന്താണ് എക്സ്പാൻഷൻ? ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. അതാണ് ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. അതായത് നമുക്ക് മാനസികാവസ്ഥ, മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, മാനസികമായിട്ടുള്ള തെറ്റുന്ന അവസ്ഥ, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AMS, ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് എന്ന് കേട്ടോ. അടുത്തതാണ് ANT. സ്മോൾ ലെറ്റർ ആണ് ANT. ഇതാണ് anterior. ഇതാണ് anterior. ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് എടുത്ത്.
അപ്പൊ AMS എന്താണ്? ആൾക്കാരുടെ മെന്റൽ സ്റ്റാറ്റസ് എന്നാണ് കേട്ടോ. അടുത്തതാണ് ANT, സ്മോൾ ലെറ്റർ ആണ്. എന്താണ്? ആന്റീരിയർ എന്ന് പറയുക. ആന്റീരിയർ ഏത് ഭാഗമാണ്? മുൻഭാഗം, മുകൾ ഭാഗം, അതിനെയാണ് നമ്മൾ ആന്റീരിയർ എന്ന് പറയുക. ആന്റീരിയർ പാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ മുകൾ ഭാഗം അല്ലെ, നമ്മുടെ അബ്ഡോമന്റെ മുകളിലേക്കുള്ള ഭാഗത്തെ നമ്മൾ ആന്റീരിയർ എന്നാണ് പറയുക. അതേസമയം നമ്മുടെ ബോഡിയുടെ കീഴ്പോട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ പോസ്റ്റീരിയർ പാർട്ട് എന്നാണ് പറയുക അല്ലെ. ഓക്കെ, അടുത്തതാണ് AO×4 ആണ് കേട്ടോ. AO×4 എന്താണ് ഉദ്ദേശിക്കുന്നത്? അലർട്ട് ആൻഡ് ഓറിയന്റഡ് ടു എ പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ്. വായിക്കാം. അലർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ്. 4 കാര്യങ്ങൾ ആണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു മെന്റൽ ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു അബ്രിവിയേഷൻ ആണ് AO×4. അതായത് നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ×4 എന്ന് പറഞ്ഞല്ലോ, 4 കാര്യങ്ങള് നമ്മൾ രോഗിയോട് ചോദിക്കുകയാണ്, അവരുടെ ആ ഒരു മെന്റൽ സ്റ്റാറ്റസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. അതാണ് പറയുന്നത്. ഓറിയന്റഡ് ടു പേഴ്സൺ, ഒരു പേഴ്സണോട് ചോദിക്കുകയാണ് എന്ത്? ഹു ആർ യു, നീ ആരാണ്. അതുപോലെ പ്ലേസ്, അതായത് വേർ ആർ യു നൗ, നീ ഇപ്പൊ എവിടെയാണ്. അതുപോലെ ടൈം അല്ലെ, വാട്ട് ഇസ് ദ ടൈം ആൻഡ് ഡേറ്റ്, ഡേറ്റ് എന്താണ്, ടൈം എന്താണ്. ആൻഡ് സെൽഫ്, വാട്ട് ജസ്റ്റ് ഹാപ്പൻ ടു, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ 4 കാര്യങ്ങള് അവരോട് എന്ത് ചെയ്യാണ്? ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ മെന്റൽ സ്റ്റാറ്റസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അലർട്ടാൻ അതാണ് AO×4. ആ 4 എന്ന് പറഞ്ഞ 4 കാര്യങ്ങളാണ്. ഓറിയന്റഡ് ടു പേഴ്സൺ, വാല്യൂ, അതുപോലെ പ്ലേസ്, അതുപോലെ ടൈം, വാട്ട് ഇസ് ദ ടൈം ആൻഡ് ഡേറ്റ്, ആൻഡ് സെൽഫ്, വാട്ട് ജസ്റ്റ് ഹാപ്പൻ ടു യു. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ 4 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാൽ അവരുടെ മെന്റൽ സ്റ്റാറ്റസ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇവാലുവേറ്റ് ചെയ്യണം കേട്ടോ. ആ ഒരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. AO×4 24×7 എന്നൊക്കെ എടുത്തില്ല, അതേ കൂട്ടാണ് കേട്ടോ. AO×4. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് AP. ഈ APക്ക് പല പല എക്സ്പാൻഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തത് ആന്റീരിയോ പോസ്റ്റീരിയർ. ഒരെണ്ണെന്താണ്? ആന്റീരിയോ പോസ്റ്റീരിയർ. പിന്നെ ഫ്രണ്ട് ടു ബാക്ക്. എന്താണ്? ഫ്രണ്ട് ടു ബാക്ക് കേട്ടോ. അതിനൊരു എക്സ്പാൻഷൻ ഉണ്ട്. അതുപോലെ ആക്ഷൻ പൊട്ടൻഷ്യൽ. അതെ 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 അതെ. പിന്നെന്താണ്? ആക്ഷൻ പൊട്ടൻഷ്യൽ. പിന്നെ മറ്റൊരു എക്സ്പാൻഷൻ എന്താണ്? ആൻജിന പെക്ടോറിസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർഡിയോളജിയില്. ആൻജിന പെക്ടോറിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹാർട്ടിലെ ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന നെഞ്ചുവേദന അല്ല, അതിനെയല്ലേ നമ്മൾ പറയുന്നത് ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു എക്സ്പാൻഷൻ എന്താണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് വെച്ചാൽ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുൻഭാഗം. ഓക്കെ, മറ്റൊരു എന്താണ്? ആർട്ടീരിയൽ പ്രഷർ. എന്താണ്? ആർട്ടീരിയൽ പ്രഷർ കേട്ടോ. അതായത് ആർട്ടറിയിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു എന്താ പറയുക പ്രഷർ കേട്ടോ. ഇത്രയും എക്സ്പാൻഷൻസ് ഉണ്ട് കേട്ടോ. ആന്റീരിയർ പോസ്റ്റീരിയർ, അതുപോലെ ഫ്രണ്ട് ടു ബാക്ക്, ആക്ഷൻ പൊട്ടൻഷ്യൽ, ആൻജിന പെക്ടോറിസ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി, ആർട്ടീരിയൽ പ്രഷർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് APC. APC എന്തൊക്കെയാണ് എക്സ്പാൻഷൻസ്? ആർട്ടീരിയൽ പ്രിമച്വർ കോംപ്ലക്സ് ഒന്ന്. മറ്റൊരെണ്ണം ആക്ടിവേറ്റഡ് പ്രോട്ടീൻ C. പിന്നെ മറ്റൊരെണ്ണം എന്താണ്? ആസ്പിരിൻ, ഫിനാഅസെറ്റിൻ, കഫീൻ. ഓക്കെ, ഇതൊക്കെയാണ് 3 എക്സ്പാൻഷൻസ് ഉണ്ട് കേട്ടോ. ആർട്ടീരിയൽ പ്രിമച്വർ കോംപ്ലക്സ്, മറ്റൊന്ന് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ C, പിന്നെ എന്താണ്? ആസ്പിരിൻ, ഫിനാഅസെറ്റിൻ, കഫീൻ. ഓക്കെ, അത്രയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് AQ. അത് നമുക്കറിയാലോ, അക്വസ്. എന്താണത്? വാട്ടർ ആണ് അല്ലെ, വാട്ടർ. ഓക്കെ, അടുത്തത് ARDS. ARDS എന്താണ്? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം. എന്താണ്? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം. അടുത്തതാണ് ASA. ASA എന്താണ്? ആസ്പിരിൻ ആണ്. ശരിക്കും ഇതിന്റെ കറക്റ്റ് പേര് ഇതാണ്, അസിറ്റൈൽ സാലിസിലിക് ആസിഡ്. എന്താ സംഭവം? പാരസെറ്റമോൾ ആണ് കേട്ടോ. പാരസെറ്റമോൾ ഇല്ലേ, അതിന്റെ സയന്റിഫിക് പേരാണ് കേട്ടോ അത്. അസിറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ് അതിന് പറയുക കേട്ടോ. എന്താ സംഭവം? പാരസെറ്റമോൾ ആണ് കേട്ടോ. ആസ്പിരിൻ ആണ് അസിറ്റൈൽ സാലിസിലിക് ആസിഡ്. അതാണ് ASA, അസിറ്റൈൽ സാലിസിലിക് ആസിഡ്. നെക്സ്റ്റ് വരുന്നതാണ് ASAP. ASAP. ASAP എന്താണ്? എക്സ്പാൻഷൻ എന്താണ്? as soon as possible. എന്താണ്? as soon as possible. അടുത്തതാണ് ASHD. ASHD ഇതൊക്കെയാണ് എക്സ്പാൻഷൻ.
arteriosclerotic or atherosclerotic heart disease. അതാണ് arteriosclerotic or atherosclerotic heart disease. ഇത് എനിക്ക് തോന്നുന്നു കാർഡിയോളജി പറഞ്ഞു പോയിട്ടുണ്ട്. അതിറോസ്ക്ലിറോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിറോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹാർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറി ഉണ്ടല്ലോ, കൊറോണറി ആർട്ടറി. ഞാനൊക്കെ പഠിച്ചില്ലേ? ആ കൊറോണറി ആർട്ടറിക്ക് അകത്ത് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് ഇതുണ്ടാവും. കൊഴുപ്പിക്കൽ അടിഞ്ഞു കൂടി അവിടെ ഒരു പെല്ലറ്റ് പോലെ ഫോം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് ബ്ലോക്ക് ആവുകയാണ് അവിടെ. ബ്ലോക്ക് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ബ്ലഡ് ഫ്ലോ അവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ASHD എക്സ്പാൻഷൻ ഇതാണ് ആർട്ടീരിയോസ്ക്ലിറോട്ടിക് ഓർ അത്തീരിയോസ്ക്ലിറോട്ടിക് ഹാർട്ട് ഡിസീസ് എന്നാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് AV ഉണ്ട്, A-V ഉണ്ട് കേട്ടോ. AV എന്താണ്? ആർട്ടീരിയോ ആർട്ടീരിയോ അല്ല കേട്ടോ, എട്രിയോ വെൻട്രിക്കുലാർ. ഇതാണ് എട്രിയോ വെൻട്രിക്കുലാർ. എട്രിയംസ് ഇതാണ് നമ്മുടെ ഹൃദയത്തിന്റെ മുകളിലെ അറകളാണ് കേട്ടോ. ഓക്കെ, 4 അറയുണ്ടല്ലോ. ഏറ്റവും മുകളിലുള്ള അറകളെ എട്രിയംസ് എന്നാണ് പറയുന്നത് കേട്ടോ. താഴത്തെ അറയിനെ നമ്മൾ എന്താ പറയാ? വെൻട്രിക്കിൾസ് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ അതാണ് ഏട്രിയോ വെൻട്രിക്കുലാർ AV. പിന്നെ A-V നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചു? ഡയാലിസിസിൽ പഠിച്ചില്ലേ? AV ഗ്രാഫ്റ്റ്, AV കത്തീറ്റർ എന്നൊക്കെ പറഞ്ഞില്ലേ? എന്താണ്? ആർട്ടീരിയോ വീനസ്. അതാണ് ആർട്ടീരിയോ വീനസ്. മനസ്സിലായോ പറഞ്ഞത്? രണ്ടാണ് കേട്ടോ. മറ്റേ AV ഹൈഫൺ ഇടാണ്ട് എഴുതുമ്പോ എന്താണ്? എട്രിയോ വെൻട്രിക്കുലാർ. ശരിക്കും ഹൃദയത്തിന്റെ അറകളാണ് കേട്ടോ. ഹൈഫൺ എഴുതി കഴിഞ്ഞാല് ആർട്ടീരിയോ വീനസ്. ആർട്ടറിയും വെയിനും തമ്മിലുള്ള കണക്ഷൻ, ടണലിയും സിരയും തമ്മിലുള്ള കണക്ഷൻ. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇതിനകത്ത് മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സ് ഇതൊക്കെയാണ്. 12 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 12 മാർക്ക് ചെയ്തേ. 12, 16 16 കേട്ടോ. 16, 25 25, 27 27. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാൻ നമ്പേഴ്സ് 12, 16, 25, 27. 4 കേട്ടോ. 12, 16, 25 and 27. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോവാലോ. അടുത്ത പേജിലോട്ട് ലാസ്റ്റ് പറയാട്ടോ. കോമൺ റൂട്ട് വേർഡിലെ 69 തൊട്ട് പറഞ്ഞില്ലേ? അത് നിങ്ങൾക്ക് ക്ലാസ് അവസാനിക്കുമ്പോ ഒന്നുകൂടെ പറയാം കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു പേജിലേക്ക് വരുന്നത് 30 തൊട്ടാണ് കേട്ടോ. 30 തൊട്ട് 52 വരെയാണ് കേട്ടോ. 30 തൊട്ട് 52 വരെയാണ്. നമുക്ക് വായിക്കാം. ഫസ്റ്റ് വരുന്നത് BBB, ക്യാപിറ്റൽ ആണ്. BBB എന്താണ്? എക്സ്പാൻഷൻ, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്നാണ് കേട്ടോ. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. എന്താ സംഭവം? ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് നമ്മൾ ECG എടുക്കുകയെ, ECG എടുക്കുന്ന സമയത്ത് ആ ഒരു നമ്മളവിടെ ECG എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ECGയുടെ ഗ്രാഫ് കണ്ടിട്ടുണ്ടാവും. ഇത് ECGയുടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഇമ്പൾസസ് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഇമ്പൾസസ് ഹാർട്ടിൽ ബ്ലോക്ക് വരികയെ, ബ്ലോക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഡിലേ ആവും. പതുക്കെ വരുള്ളൂ, കറക്റ്റ് ഹാർട്ട് ബീറ്റ് വരില്ല. എന്നുവെച്ചാൽ ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് വരുമ്പോ ആ ഇലക്ട്രിക്കൽ ഇമ്പൾസസിൽ ചെറിയൊരു എന്ത് വരും? ഡിലേ വരും, കാലതാമസം വരും. അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വാക്കാണ് കേട്ടോ BBB, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ കേട്ടോ. അതെന്താണെന്ന് ചോദിക്കുന്നത് അറിഞ്ഞു വെച്ചാൽ മതി. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ECGയിലെ ഈ ഹാർട്ടിന് ബ്ലോക്ക് ഒക്കെ വരുമ്പോ ഇലക്ട്രിക്കൽ ഇമ്പൾസിൽ വരുന്ന ഡിലേയില്, അതായത് ഒരു താമസം അനുഭവപ്പെടും. കറക്റ്റ് ആയിട്ട് ഇമ്പൾസ് വരില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പറയാം ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്നാണ് പറയുക കേട്ടോ. BBB എന്നാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് BID. B സ്മോൾ ലെറ്റർ ആണ്, BID. അതുകൊണ്ടാണ് നമുക്ക് ബ്രാക്കറ്റിൽ BD ഇടാം കേട്ടോ. രണ്ടും സെയിം ആണ്. എന്താണ് ഇതിന്റെ എക്സ്പാൻഷൻ? ട്വൈസ് ഡെയിലി എന്നാണ് കേട്ടോ. ട്വൈസ് ഡെയിലി, ദിവസത്തില് 2 പ്രാവശ്യം, ദിവസത്തില് 2 തവണ. ഓക്കെ, അടുത്തതാണ് BKA. എന്താണ്? ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ. നമ്മൾ നേരത്തെ AK പഠിച്ചില്ലേ? എബോവ് ദ നീ ആംപ്യൂട്ടേഷൻ, മുട്ടിന് മുകളിൽ വെച്ചിട്ട് മുറിച്ചു കളയുന്ന അവസ്ഥ. അപ്പൊ BK എന്താണ്?
ബിലോ ദ നീ ആക്യുപേഷൻ ഇത് താഴെ വെച്ചിട്ട് കാല് മുറിച്ച് കളയുന്നത് പറയുന്നതാണ് കേട്ടോ, ബിലോ ദ നീ ആക്യുപേഷൻ. അടുത്തതാണ് പിഎം. പിഎം എന്താണ്? ബവൽ മൂവ്മെന്റ് എന്നാണ് കേട്ടോ. ബവൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ഈ പറയുന്ന ഫീസസ് മറ്റുള്ള യൂറിൻ ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബവൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ബി പി. എന്നിട്ട് എല്ലാവർക്കും അറിയാലോ ബി പി എന്താണ്? ബ്ലഡ് പ്രഷർ അല്ലെ, ബ്ലഡ് പ്രഷർ. ഓക്കെ, അടുത്തത് എന്താണ്? ഡി എസ്. ഡി എസ് എന്താണ്? ബാച്ചുലർ ഓഫ് സയൻസ്. പൊതുവെ ബി എസ് സി കൂടെ എഴുതി വെക്കുന്നത്, സ്മോൾ സി കൂടി ഇട്ട് വെക്കാറുണ്ട്. ബി എസ് എന്ന് പറഞ്ഞാലും ബാച്ചുലർ ഓഫ് സയൻസ് എന്നാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ബി എസ് എ. എന്താണ് ബി എസ് എ? എക്സ്പെൻഷൻ എന്താണ്? ബോഡി സർഫസ് ഏരിയ. എന്താണ്? ബോഡി സർഫസ് ഏരിയ. ഓക്കെ, എക്സ്പെൻഷൻ. അടുത്തതാണ് സ്മോൾ ബി എക്സ്. ബി എക്സ് എന്താണ്? ബയോപ്സി. ബയോപ്സി എന്തിനു ചെയ്യുന്ന ടെസ്റ്റ് ആണ്? നമ്മള് ക്യാൻസർ. അതെ, കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി ചെയ്തു, കറക്റ്റ് ആണ്. ക്യാൻസർ കൺഫേം ചെയ്യാനായിട്ട് കറക്റ്റ് ആണ്. അതായത് ക്യാൻസർ കൺഫേം ചെയ്യുന്നതിനുള്ള ടെസ്റ്റ് ആണ് അല്ലെ, ബയോപ്സി ടെസ്റ്റ് എന്നാണ് പറയാം. അതിന് നമ്മൾ എങ്ങനെയാ അബ്രിഗേറ്റ് ചെയ്ത് എങ്ങനെയാ എഴുതുന്നത്? ബി എക്സ് എന്നാണ് കേട്ടോ. ആണ്. അടുത്തതാണ് സി ഹൈഫൺ വിത്ത് എന്നാണ് കേട്ടോ. വിത്ത്. ഓക്കെ, അടുത്തത് സി മോളില് 0. നമുക്കറിയാലോ എന്താണത്? സെന്റിഗ്രേഡ് അല്ലെ. നമ്മൾ അങ്ങനെ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുമ്പോൾ ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ, സെന്റിഗ്രേഡ്. ഓക്കെ, പിന്നെ വരുന്നതാണ് സി എ. സി എ ക്യാപിറ്റൽ സി സ്മോൾ ലെറ്റർ എ. അതെന്താണ്? കാൽസ്യം അല്ലെ, കാൽസ്യത്തിന്റെ സിമ്പൽ ആണ് അല്ലെ, സി എ എന്നാണ്. നമ്മൾ അയൺ വരുന്നുള്ളൂ കേട്ടോ. സി എന്താണ്? കാൽസ്യം ആണ് കേട്ടോ, കാൽസ്യം. ഓക്കെ, അടുത്തത് അത് തന്നെ സി ക്യാപിറ്റൽ എ ആണ്. മാറിപ്പോകരുത്. സിയും എയും ആണെങ്കിൽ എന്താണിത്? കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് ഇങ്ങനെ നമ്മൾ അബ്രിവിയേറ്റ് ചെയ്ത് സി എന്നാണ് കേട്ടോ, കാർഡിയാക് അറസ്റ്റ്. അത് തന്നെ കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി കാർഡിയാക് അറസ്റ്റ്. അടുത്തതാണ് ക്യാപ്ചർ. സി എ ബി ജി. സി എ ബി ജി ക്യാപ്ചർ എന്താണ്? എക്സ്പെൻഷൻ. കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റ്. ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചു? കാർഡിയോളജി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റ്. ക്യാൻഡ് നമ്മൾ പഠിച്ചില്ലേ? സി എ ഡി എന്താണ്? കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെ, കൊറോണറി ആർട്ടറി ഡിസീസ്. സി ബി സി മിക്കപ്പോഴും നമ്മള് ഡോക്ടർ നമുക്ക് എഴുതി തരാവുന്ന ഒരു ടെസ്റ്റ് ആണ് അല്ലെ, സി ബി സി ടെസ്റ്റ്. ആദ്യം പനി വന്ന് ഡോക്ടർ കാണുമ്പോൾ 2-3 ദിവസത്തേക്കൊക്കെ മരുന്ന് തരും അല്ലെ. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ പിന്നെ ചെല്ലുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ബ്ലഡ് ടെസ്റ്റ് എഴുതി തരും. സി ബി സി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി തരും അല്ലെ. എന്താണ് സംഭവം? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അല്ലെ. ഇതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അല്ലെ, എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെന്നുള്ളത്. സി ബി സി. അടുത്തത് സി സി സ്മോൾ ലെറ്റർ ആണ്. സി സി എന്താണ്? ക്യൂബിക് സെന്റിമീറ്റർ. എന്താണ്? ക്യൂബിക് സെന്റിമീറ്റർ. എന്തിന്റെ യൂണിറ്റ് ആണ് ക്യൂബിക് സെന്റിമീറ്റർ? ക്യൂബിക് സെന്റിമീറ്റർ എന്തൊക്കെയാണ്? എന്തിന്റെ ആയിരിക്കും യൂണിറ്റ്? അറിയില്ല നിങ്ങൾക്ക്? ആദ്യമായിട്ടാണോ കേട്ടത് ക്യൂബിക് സെന്റിമീറ്റർ? എന്തോന്നും ഗസ് ചെയ്ത് നോക്കിയേ, എന്തിന്റെ യൂണിറ്റ് ആണത്? വേണമെങ്കിൽ ഓപ്ഷൻസ് തരാം. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. ഒന്ന് പറഞ്ഞേ, ഏതിന്റെയാണ്? തെർമോമീറ്റർ. തെർമോമീറ്റർ അല്ലാതെ സംഭവം ടെമ്പറേച്ചർ ആൾത്തന്നെ അല്ലേ. വോളിയം. കറക്റ്റ് ആണ് കേട്ടോ. ഇതും കറക്റ്റ് ആണ്. വോളിയം ആണ് കേട്ടോ. കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. എന്താണ് സി സി എന്ന് പറഞ്ഞാല്? എന്താണ്? ക്യൂബിക് സെന്റിമീറ്റർ. ദാറ്റ് ഇസ് ദ യൂണിറ്റ് ഓഫ് വോളിയം അല്ലെ, വോളിയം വ്യാപ്തം അല്ലെ, അതിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. അടുത്തതാണ് സി സി ക്യാപിറ്റൽ സി സി ഓർ സി സ്ലാഷ് സി. രണ്ടും സെയിം ആണ് കേട്ടോ. എക്സ്പെൻഷൻ എന്താണ്? ചീഫ് കംപ്ലൈന്റ്. ചീഫ് കംപ്ലൈന്റ്. ഓക്കെ, അടുത്തത് സി സി യു. സി സി യു എന്താണ്? സി സി യു കൊറോണറി കെയർ യൂണിറ്റ് കേട്ടോ, കൊറോണറി കെയർ യൂണിറ്റ്. നെക്സ്റ്റ് വരുന്നത് സി എച്ച് എഫ്. സി എച്ച് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. എന്താണ്? കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? എബിലിറ്റി, ഹാർട്ട്സ് എബിലിറ്റി ടു പമ്പ് ദ ബ്ലഡ് ഇഫക്റ്റീവ്ലി ഗെറ്റ്സ് ഇംപെയർഡ്. അതായത് നമുക്ക് നമ്മുടെ പമ്പിങ് ഓർഗൻ ഹാർട്ട് ആണല്ലോ, അപ്പൊ നമ്മുടെ ഹാർട്ടിന് പമ്പ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ന് വെച്ചാൽ ഹാർട്ട് എന്തായിരിക്കും? ഹാർട്ട് എന്താണ്? ഇമ്പയർഡ് ആവുന്ന അവസ്ഥ കേട്ടോ. എന്ന് വെച്ചാൽ ഹാർട്ടിന് ശരിയായ രീതിയിൽ അതിന്റെ ചെയ്യാൻ പറ്റുന്ന ബ്ലഡിന്
പമ്പ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം. ഹാർട്ട് ഫെയിലിയർ ആണ് കേട്ടോ. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. അതിനെങ്ങനെ നമ്മൾ സൂചിപ്പിക്കുന്നത് CHF എന്നാണ് കേട്ടോ. അടുത്തതാണ് CL. നേരത്തെ നമ്മൾ കാൽസ്യത്തിന്റെ സിമ്പിൾ പഠിച്ചില്ലേ? CM സ്മോൾ ലെറ്റർ എയും. അതുപോലെ ക്യാപിറ്റൽ C സ്മോൾ ലെറ്റർ എൽ. CL എന്താണ്? ക്ലോറൈഡ്. എന്താണ്? ക്ലോറൈഡ് കേട്ടോ. ക്ലോറൈഡിന്റെ സിമ്പിൾ ക്ലോറിൻ, ക്ലോറൈഡ് എന്നൊക്കെ പറയുന്നത് CL കേട്ടോ. CM എല്ലാവർക്കും അറിയാം. എന്താണ്? സെന്റിമീറ്റർ ആണ് കേട്ടോ. അടുത്തത് CM ക്യൂബ്. CM ക്യൂബ് എന്തൊക്കെയാണ് എക്സ്പാൻഷൻ? ക്യൂബിക് സെന്റിമീറ്റർ. നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. രണ്ടും എന്താണ്? വോള്യം, വോള്യത്തിന്റെ യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് സ്മോൾ CC കഴിഞ്ഞാലും ക്യൂബിക് സെന്റിമീറ്റർ ആണ്. CM ക്യൂബ് നേടി കഴിഞ്ഞാലും ഇത് തന്നെയാണ് ക്യൂബിക് സെന്റിമീറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് CNS. CNS എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം കേട്ടോ. കേന്ദ്ര നാഡീ വ്യവസ്ഥ, സെൻട്രൽ നെർവസ് സിസ്റ്റം. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്ത്? നമ്മുടെ ബ്രെയിനും അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡും അല്ലെ. സ്പൈനൽ കോഡും ബ്രെയിനും എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് CNS കേട്ടോ. ഓക്കെയാണ്. നമ്പേഴ്സ് നോട്ട് ചെയ്തോ കേട്ടോ. മാർക്ക് ചെയ്യാനുള്ള നമ്പേഴ്സ് നോട്ട് ചെയ്യാം. 30 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 30, 34, 37, 41, 42, 43, 52. ഒന്നുകൂടെ പറയാണ് നമ്പേഴ്സ്. 30, 34, 37, 41, 42, 43, 52. കിട്ടിയോ? കിട്ടിയില്ലേ? 30, 34, 37, 41, 42, 43, 52. Okay. നെക്സ്റ്റ് പേജിലോട്ട് കടക്കാൻ നമുക്ക്. അടുത്തതാണ് നെക്സ്റ്റ് പേജിൽ 53 തൊട്ടാണ് കേട്ടോ. 53 തൊട്ട് 74 വരെയാണ് കേട്ടോ. 74 വരെയാണ്. ഓക്കെ. 53 തൊട്ട് 74 വരെയുള്ള പേജസ് കേട്ടോ. നമുക്ക് വായിക്കാം. ആദ്യത്തെ വരുന്നത് C/O ആണ് കേട്ടോ. സ്മോൾ ലെറ്റർ ആണ്. C/O എന്താണ്? കംപ്ലൈനിങ് ഓഫ് എന്നാണ് കേട്ടോ. അതാണ് കംപ്ലൈനിങ് ഓഫ്. ഓക്കെ. അടുത്തതാണ് CO. CO എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിയാക് ഔട്ട്പുട്ട് ആണ് കേട്ടോ. അതാണ് കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ദ വോളിയം ഓഫ് ദ ബ്ലഡ് ദാറ്റ് ഹാർട്ട് പമ്പ് ചെയ്യുന്ന ആ ഒരു ബ്ലഡിന്റെ വോളിയം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാർഡിയാക് ഔട്ട്പുട്ട് CO ആണ് കേട്ടോ. കാർഡിയാക് ഔട്ട്പുട്ട് എന്താണ്? വോളിയം ഓഫ് ദ ബ്ലഡ് that the heart pumps. Okay, heart പമ്പ് ചെയ്യുമ്പോൾ എത്രത്തോളം എത്ര വോളിയം ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു അളവുണ്ടല്ലോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കാർഡിയക് ഔട്ട്പുട്ട് കേട്ടോ. ഓക്കെ. ഓപ്ഷനായിട്ട് കാർബൺ മോണോക്സൈഡ് എന്നൊക്കെ പറഞ്ഞ് കാണും കേട്ടോ. അതല്ല, CO നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ കാർഡിയക് ഔട്ട്പുട്ട് എന്നാണ് കേട്ടോ. അടുത്തതാണ് CO2. CO2 നമുക്കറിയാം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. കാർബൺ ഡൈ. അടുത്തത് കോൾഡ്. COLD കോൾഡ് എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എന്നാണ് കേട്ടോ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് COLD. ഓക്കെ. അത് തന്നെ COPD. PD ആവുമ്പോ P എന്ന് പറയുമ്പോൾ പൾമണറി. അത്രയുള്ള വ്യത്യാസം കേട്ടോ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. പൾമണറി എന്ന് പറയുന്നത് തന്നെയാണ് ലങ്സ് തന്നെയാണ് അല്ലെ. ശ്വാസകോശം തന്നെയാണ്. ഓക്കെ. അടുത്തതാണ് CP. CP എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എക്സ്പാൻഷൻ? ഒന്ന് ചെസ്റ്റ് പെയിൻ, മറ്റൊന്ന് കെമിക്കലി പ്യുവർ, പിന്നെന്താണ് സെറിബ്രൽ പ്യുവർ, സെറിബ്രൽ പാൾസി. ഓക്കെ. അടുത്തതാണ് CPR. CPR എന്താണ്? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. അതാണ് കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. ഇതാണ് CPR. CPR കൊടുക്കുന്നത് അല്ലെ.
അടുത്തതാണ് CRNA. CRNA, that extension certified registered nurse anesthetist. That is certified registered nurse extension. Capillary refill time cathode ray tube. That is capillary refill time cathode ray tube. Next വരുന്നത് CSF. CSF എന്താണ് എക്സ്പെൻഷൻ? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അല്ലെ, നമ്മുടെ തലച്ചോറ് അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡ് അതിന് ചുറ്റും കറങ്ങി നടക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ് അല്ലെ. ഇതാണത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്നാണ് പറയുന്നത് കേട്ടോ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അടുത്തതാണ് CSF. CSF എന്താണ് അതിന്റെ എക്സ്പെൻഷൻസ്? രണ്ടെണ്ണമുണ്ട്. ഒന്ന് വന്നിട്ട് കരോട്ടിഡ് സൈനസ് മസാജ്, മറ്റൊന്നെന്താണ് സെറിബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റിസ്. രണ്ടെണ്ണമുണ്ട് കേട്ടോ. ഒന്ന് കരോട്ടിഡ് സൈനസ് മസാജ് ഒരു എക്സ്പാൻഷൻ, മറ്റൊന്ന് വന്നിട്ട് സെറിബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റിസ് അല്ലെ. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് അറിയാലോ, ഈ പറയുന്ന ബ്രെയിനെയും അതുപോലെ സ്പൈനൽ കോഡിനെയൊക്കെ ആവരണം ചെയ്യുന്നതാണ് ആ ഒരു മെംബ്രെയിനാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്നത്. അതിനകത്ത് കൂടെയാണ് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പോകുന്നത്. അപ്പൊ അവിടെ വരുന്ന ഇൻഫെക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, സെറിബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റിസ്. നെക്സ്റ്റ് വരുന്നതാണ് CVA എന്നാണ് കേട്ടോ, M അല്ല A എന്നാണ് കേട്ടോ. ഇവിടെ M ആണ് കൊടുത്തേക്കുന്നത്, നമുക്ക് തിരുത്തണം. നിങ്ങളുടെ ടെക്സ്റ്റിൽ A ആണെങ്കിൽ കറക്റ്റ് ആണ് കേട്ടോ. CVA നോക്കണേ. എന്താണ്? സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ് കേട്ടോ, ടെക്സ്റ്റിൽ കറക്റ്റ് ആണ്, കുഴപ്പമില്ല. സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ്, ആക്സിഡന്റ് A ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് CVP. CVP എന്ന് പറഞ്ഞ എക്സ്പെൻഷൻ സെൻട്രൽ വീനസ് പ്രഷർ എന്നാണ് കേട്ടോ. അതാണ് സെൻട്രൽ വീനസ് പ്രഷർ. ഓക്കെ, അതായത് പ്രഷർ ഇൻസൈഡ് ദ വെയിൻ. ഓക്കെ, നമ്മുടെ എന്താ പറയാ വെയിനകത്തുള്ള ആ ഒരു ബ്ലഡിന്റെ പ്രഷർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, സെൻട്രൽ വീനസ് പ്രഷർ. CXR. CXR എന്താണ്? ചെസ്റ്റ് എക്സ്റേ. CXR എന്താണ് എക്സ്പെൻഷൻ? ചെസ്റ്റ് എക്സ്റേ. അടുത്തതാണ് DNC. DNC ചെയ്യാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. DNC ചെയ്യാന്ന് വെച്ചാൽ അബോർഷൻ ചെയ്യുന്നതിനാണ് പറയുന്നത് കേട്ടോ. DNCയുടെ എക്സ്പാൻഷൻ എന്താണ്? ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റേഷൻ. ക്യൂരിറ്റാഷൻ എന്ന് പറയുന്നത് ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റേജ് എന്ന് പറയുന്നത് ക്യൂരിറ്റാഷൻ കേട്ടോ. ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റാഷൻ, ഡയലേറ്റ് ചെയ്യാം. എവിടെ ഡയലേറ്റ് ചെയ്യലേ? യൂട്രസിന്റെ അകത്ത് കേട്ടോ, സെർവിക്സ്. ഓക്കെ, ആ യൂട്രസിന്റെ അകത്ത് ക്യൂരിറ്റാഷൻ. ക്യൂരിറ്റാഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ആണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ട്, ക്യൂററ്റ്. ക്യൂററ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. അത് യൂട്രസിനകത്തേക്ക് കയറ്റി ചെയ്ത് ഡയലേറ്റ് ചെയ്യും. എന്നിട്ട് അതിനകത്തുള്ള ടിഷ്യൂസുകൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ചുരുക്കി പറഞ്ഞ അബോർഷൻ ചെയ്യുന്നതിനാണ് ഈ പറയുന്നത് കേട്ടോ. DNC, ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റാഷൻ എന്നാണ് പറയാ. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ക്യൂററ്റ്. അത് യൂട്രസിനകത്തേക്ക് കയറ്റി വിട്ടിട്ട് യൂട്രസിനകത്ത് ഡയലേറ്റ് ചെയ്യും, വികസിപ്പിക്കും. എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള ടിഷ്യൂസ് അത് ചുരണ്ടി. ഓക്കെ, അതാണ് കേട്ടോ ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റാഷൻ അഥവാ DNC. നെക്സ്റ്റ് വരുന്നത് D/C. D/ ആണ് C. എന്താണത്? ഡിസ്കണ്ടിന്യൂ. അതാണ് ഡിസ്കണ്ടിന്യൂ. ഓക്കെ, അടുത്തത് എന്താണ്? അപ്പൊ നോക്കാം, സിക്കും ആൻഡ് ആണെങ്കിൽ DNC ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റാഷൻ ആണ്. D/C എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂ കേട്ടോ. ഡിഫ് എന്താണ്? ഡിഫറൻഷ്യൽ. ഡിഫറൻഷ്യൽ. നെക്സ്റ്റ് ഡിഗ്. ഡിഗ് എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ ഡിഗോക്സിൻ ആണ് കേട്ടോ. ഡിഗോക്സിൻ എന്ന് പറഞ്ഞാലേ ഒരു മെഡിസിൻ ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഒക്കെ വരില്ലേ, ഹാർട്ടിന് ബ്ലോക്കേജ് ഒക്കെ വരുന്ന സമയത്ത് അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് കേട്ടോ. ഡിഗോക്സിൻ എന്നാണ് പറയാ. അടുത്തതാണ് DM. ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. DM എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയബറ്റിസ് മെല്ലിറ്റസ്. ഡയബറ്റിസ് മെല്ലിറ്റസ് എന്താ? പ്രമേഹം കേട്ടോ. രണ്ട് ഡയബറ്റിസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഡയബറ്റിസ് മെല്ലിറ്റസ് ഉണ്ട്, ഡയബറ്റിസ് ഇൻസുലസ് എന്ന് പറഞ്ഞ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് ഇങ്ങനെ ഡയബറ്റിസ് മെല്ലിറ്റസ്. ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രമേഹമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. DM. ഓക്കെ, അടുത്തത് എന്താണ്? DOA. എന്താണ്? ഡെഡ് ഓൺ അറൈവൽ. ഡെഡ് ഓൺ അറൈവൽ. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ആള് മരിച്ചിട്ടുണ്ടായിരുന്നു, മരിച്ചു പോയിരുന്നു അല്ലെ. ഡെഡ് ഓൺ അറൈവൽ എന്നാണ് പറയാം. DOA. അടുത്തതാണ് DOE. DOE എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പീനിയ ഓൺ എക്സർഷൻ.
ഡിസ്പീരിയ നമ്മൾ പഠിച്ചിരുന്നു കേട്ടോ. എന്തായിരുന്നു? ബ്രീത്തിങ് ഡിഫിക്കൽട്ടിനെയാണ് പറയുന്നത് കേട്ടോ. ഡിസ്പീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ DOE എന്ന് പറഞ്ഞ എക്സ്പെൻഷൻ ഡിസ്പീരിയ ഓൺ എക്സർഷൻ. ദാറ്റ് മീൻസ് നമ്മൾ എക്സർഷൻ എന്ന് പറയുന്നത് എക്സസൈസ് ഒക്കെ ചെയ്യില്ലേ, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് മൂലം നമുക്ക് വരുന്ന ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഇല്ലേ, അതിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിസ്പീരിയ എന്ന് കേട്ടോ, അത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ്. Dyspnea on exertion എന്ന് പറയുമ്പോൾ the breathing difficulty that during the physical exercise ചെയ്യുമ്പോൾ വരുന്ന ആ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ് കേട്ടോ. അടുത്തതാണ് DON. ഇതാണ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. ഇതാണ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് കേട്ടോ. അപ്പൊ മാർക്ക് ചെയ്തോളൂ, നമ്പേഴ്സ് മാർക്ക് ചെയ്ത് വെക്കാം. 55 മാർക്ക് ചെയ്തോട്ടോ. 55, 56, 57, 59, 65, 72, 74. എന്നോട് പറയാണ് 55, 56, 57, 59, 65, 72, 74. കിട്ടിയോ? കിട്ടിയില്ലേ? ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നില്ല. ഒരു രസമില്ല അങ്ങനെ വായിച്ചോണ്ടിരിക്കാനോ. അടുത്ത പേജിലോട്ട് പോവാം നമുക്കെല്ലാം. നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജില് നമുക്ക് 75 തൊട്ടാണ് കേട്ടോ. 75 തൊട്ട് 96 വരെയുണ്ട്. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ DOS. DOS എന്താണ്? ഡെഡ് ഓൺ സീൻ. എക്സ്പെൻഷൻ ഡെഡ് ഓൺ സീൻ. DPT വാക്സിൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളുടെയൊക്കെ എന്താണ് വാക്സിൻ കാർഡിനകത്ത് കണ്ടിട്ടില്ലേ? DPT വാക്സിൻ എന്തൊക്കെയാണത്? ഡിഫ്തീരിയ, D for ഡിഫ്തീരിയ, P എന്താണ്? പെർട്ടൂസിസ്, പിന്നെ T എന്താണ്? ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ അല്ലെ? DPT വാക്സിൻ. ഡിഫ്തീരിയ എന്താണത്? തൊണ്ടമുള്ള് എന്നൊക്കെ പറയും കേട്ടോ. അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയാ ത്രോട്ട്, നോസ് അതിനെയൊക്കെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. തൊണ്ടമുള്ള് നിങ്ങളുടെ അവിടെ പറയുന്നത് ഡിഫ്തീരിയ. പെർട്ടൂസിസ് എന്ന് പറഞ്ഞാല് വില്ലൻ ചുമയാണ് കേട്ടോ. പെർട്ടൂസിസ് എന്താണ്? വില്ലൻ ചുമ. പിന്നെ ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. ടെറ്റനസ് എന്ന് പറയുന്ന അസുഖമുണ്ട്. ശരിക്കും നമ്മുടെ എന്താ പറയാ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ ബാധിക്കും. ഭയങ്കരമായിട്ട് മസിൽ സ്റ്റിഫ്നെസ് വരിക, മസിൽ സ്പാസം, അതൊക്കെ കാരണമാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് കേട്ടോ. നമ്മുടെ TTD ഇൻജെക്ഷൻ എടുക്കാറില്ലേ? അത് തന്നെ ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ ആണ് കേട്ടോ. അപ്പൊ DPT പഠിച്ചു വെക്കണം. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. ഓക്കെ. അടുത്തതാണ് DST. DST എന്താണ്? എക്സ്പെൻഷൻ ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ് എന്നാണ് കേട്ടോ. ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്. ഓക്കെ. അടുത്തത് DTAP. സ്മോൾ ടിയും സ്മോൾ എയും ആണ്. അതും എന്ത് തന്നെയാണ്? ഡിഫ്തീരിയ. PA നടുക്ക് വന്നതുകൊണ്ട് ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് അസെല്ലുലാർ പെർട്ടൂസിസ് വാക്സിൻ ആണ് കേട്ടോ. ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് അസെല്ലുലാർ പെർട്ടൂസിസ് വാക്സിൻ. DTP അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് പെർട്ടൂസിസ് വാക്സിൻ. ഓക്കെ. അടുത്തത് TTS. സ്മോൾ എസ് ആണ്. TTS എന്ന് പറഞ്ഞാല് ഡെലീരിയം ട്രെമൻസ് എന്നാണ് കേട്ടോ. ഡെലീരിയം ട്രെമൻസ് എന്ന് പറഞ്ഞാല് വളരെ സിവിയർ ആയിട്ട് വരുന്ന ആൽക്കഹോൾ വിത്ത്ഡ്രോവൽ സിംറ്റം ആണ് കേട്ടോ. സിവിയർ ആൽക്കഹോൾ വിത്ത്ഡ്രോവൽ സിംറ്റം ആണ്. പെട്ടെന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അത് നിർത്താന്ന് വിചാരിക്കും, സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ അതുമൂലം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്താ പറയാ, മദ്യപാനം മാത്രമല്ല പുകവലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യില്ലേ? പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ ബോഡി വളരെ മോശമാക്കിയ രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അത്
നിർത്തട്ടെ, പതുക്കെ നിർത്തണം, ഒരു സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ നിർത്തണം. പെട്ടെന്ന് നിർത്തുമ്പോൾ വരുന്ന പ്രശ്നമുണ്ട് കേട്ടോ. ഡെലീരിയം ട്രെമൻഡസ് എന്ന് വെച്ച് കഴിഞ്ഞാല് സിവിയർ ആൽക്കഹോളിക് വിത്ത്ഡ്രോവൽ സിംറ്റം ആണ്. അടുത്തതാണ് DVT. DVT എന്ന് പറഞ്ഞാല് ഡീപ്പ് വീനസ് ത്രോംബോസിസ്. അതാണ് വീനസ് ത്രോംബോസിസ്. അതായത് നമ്മുടെ ഈ വെയിനിലൊക്കെ ബ്ലഡ് ഫ്ലോട്ട് ആവുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ. ഡീപ്പ് വീനസ് ത്രോംബോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ വെയിനിനകത്ത് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്ന ഒരു അവസ്ഥ, ബ്ലഡ് കട്ട പിടിക്കുന്ന അവസ്ഥ കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് D5W. D5W മീൻസ് ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ എന്നാണ് കേട്ടോ. ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. എന്താണത്? IV സൊല്യൂഷൻ ആണ്. നമ്മളിപ്പോ ഭയങ്കര വോമിറ്റിങ്, തലകറക്കൊക്കെ വന്നാൽ നമ്മൾ ട്രിപ്പിട്ട് കിടത്തും അല്ലെ. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു IV സൊല്യൂഷൻ ആണ് കേട്ടോ. D5W ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. ഡെക്സ്ട്രോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗ്ലൂക്കോസ് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഗ്ലൂക്കോസ് ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. 5% ഇൻ വാട്ടർ. ഓക്കെ, DX എന്താണ്? ഡയഗ്നോസിസ്. DX എന്താണ്? ഡയഗ്നോസിസ്. അടുത്തതാണ് ECG. ECG എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം കേട്ടോ. ഇതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, ED എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അടുത്തതാണ് EDC. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. അതായത് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്നൊക്കെ പറയില്ലേ, കുഞ്ഞ് വരുന്ന ആ ഒരു എക്സ്പെക്ടഡ് ഡെലിവറി ഡേറ്റ് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് EDC, എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് കേട്ടോ. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്, ദാറ്റ് മീൻസ് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. അടുത്തത് EEG, ഇലക്ട്രോ എൻസെഫാലോഗ്രാം. സെഫാലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ EEG എന്താണ്? ഇലക്ട്രോ എൻസെഫാലോഗ്രാം. ECG എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. കേട്ടോ. EG അറിയാലോ നിങ്ങൾക്ക്, ഈ സംഭവം കണ്ടിട്ടില്ലല്ലോ. ഫോർ എക്സാമ്പിൾ കേട്ടോ, EKG അതൊന്നും തന്നെയാണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് കേട്ടോ. അപ്പൊ ECG എന്ന് പറഞ്ഞാലും EKG എന്ന് പറഞ്ഞാലും സെയിം ആണ്. എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ENT. ENT അറിയാലോ നിങ്ങൾക്ക്, ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. ER എന്ന് പറയുന്നത് എമർജൻസി റൂം ആണ് കേട്ടോ. എമർജൻസി റൂം. അടുത്തതാണ് ET, എൻഡോട്രക്കിയൽ ട്യൂബ്. എൻഡോട്രക്കിയൽ ട്യൂബ് മീൻസ് എന്തായിരിക്കും? എ ട്യൂബ് ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു അവർ ട്രക്കിയ. നമ്മുടെ നെഞ്ചു പറിക്കില്ലേ, ശ്വാസനാളം, അതിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ട്യൂബാണ് കേട്ടോ. നമ്മുടെ എയർവേ എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് that is used to insert in a windpipe. That means our trachea കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് to keep the airway open. നമ്മുടെ ശ്വാസനാളം എപ്പോഴും തുറന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രക്കിയ അല്ലെ, ശ്വാസനാളത്തിലോട്ട് ഇറക്കി വിടുന്ന ട്യൂബ് ഉണ്ട്. ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് എൻഡോട്രക്കിയൽ ട്യൂബ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ETA, എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. അത് തന്നെയാണ് നമ്മൾ ഇവിടെ EDC പറഞ്ഞില്ലേ, എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. അത് തന്നെയാണ് ETA, എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ, എത്തിച്ചേരുന്ന ദിവസമാണ് കേട്ടോ. ETOH എന്താണ്? ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ മദ്യപിക്കുന്ന, കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ലേ, അത് ആൽക്കഹോൾ ആണ് കേട്ടോ. ഈഥൈൽ ആൽക്കഹോൾ ആണ് കേട്ടോ കുടിക്കുന്നത്. ETH എന്താണ്? ഈഥൈൽ ആൽക്കഹോൾ കേട്ടോ. ETT തന്നെയാണ് എൻഡോട്രക്കിയൽ ട്യൂബ്. അപ്പൊ ET എന്നും പറയാം, ETT എന്നും പറയാം കേട്ടോ, എൻഡോട്രക്കിയൽ ട്യൂബ്. പിന്നെ ഇതെന്താണ്? ഡിഗ്രി F ആണ്. എന്നുവെച്ചാൽ ഡിഗ്രി ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റ് എന്ത് മെഷർ ചെയ്യാനാ? ടെമ്പറേച്ചർ. നമ്മൾ നേരത്തെ ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞില്ലേ, അതേപോലെ നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന മറ്റൊരു യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ് കേട്ടോ. ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പൊ ഇതിൽ മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. 75 75, 76 76, 79 79, 80 80 ഇങ്ങനെയുള്ളത്, 84, 89, 92, 96. അതുകൊണ്ട് നമ്പേഴ്സ് പറയാണ് 75, 76, 79, 80, 84, 89, 92, 96.
കിസാനല്ലേ ചോദിച്ചേ 69 തൊട്ടുള്ളത് പറയാനായിട്ട് 69 തൊട്ടുള്ളത് അല്ലേ? തൊട്ടുള്ള 72 69 വേണ്ട കേട്ടോ. 72 മാർക്ക് ചെയ്തോളൂ. 72 74 പിന്നെ ഇപ്പൊ പറഞ്ഞത് 75 70 അയ്യോ എന്തൊക്കെ ചോദിച്ചത് 69 മുമ്പുള്ളതാണോ അതിന് ശേഷമുള്ളതാണോ ചോദിച്ചത്? 69 മുമ്പുള്ളതാണോ ചോദിച്ചത്? ശേഷമല്ലേ? ശേഷമുള്ളതാണ് ഞാൻ പറഞ്ഞത്. 69 കഴിഞ്ഞിട്ട് 69 മാർക്ക് ചെയ്യണ്ട കേട്ടോ. 72 74 75 76 79 80 84 89 92 96 അത്രയും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, കോമൺ റൂട്ട് വേർഡ് കോമൺ റൂട്ട് വേർഡ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫിസാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ഗ്രൂപ്പിന് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.